ഹിന്ദുമതം ഈ ലോകത്തിൽ ഏറ്റവും ഉള്ളത് നമ്മളെ ഇന്ത്യയിലാണ്. അപ്പൊ ഇതിൽ കുറെ പേര് ഇവരെ വിശ്വാസത്തിന്റെ പേരിൽ മറ്റുള്ള ഉപദ്രവിക്കുന്നതൊക്കെ ചെയ്യണം. അപ്പം ഇതിൽ എനിക്ക് ഫ്രണ്ട്സ് ആയിട്ട് ഈ ഹിന്ദുസിന്റെ ഫ്രണ്ട്സ് ആയിട്ട് കുറെ പേരുണ്ട്. അല്ലാതെ കുറെ പുസ്തകങ്ങളിലും ഗൂഗിളിൽ നിന്നൊക്കെ കുറെ കാര്യം നോക്കി ഇവരുടെ വിശ്വാസത്തിന്റെ ഇതൊക്കെ ഞാൻ പഠിച്ചു. അപ്പൊ ഇതിൽ കുറെ കൂടുതലും അന്ധവിശ്വാസം യുക്തിപരമില്ലാത്ത കാര്യങ്ങൾ. അപ്പൊ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതില് ഈ എഴുതിയ ഫുള്ള് ഒരു കഥ, ഒരാൾ എഴുതിയ കഥയിലെ കഥാപാത്രത്തിന്റെ കഥയാണ് ഇവർ ദൈവമായിട്ടൊക്കെ ആരാധിക്കുന്നത്. നല്ലപോലെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പം വാൽമീകിയാണ് രാമായണം എഴുതിയത്. വാൽമീകി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സംസ്കൃതത്തിൽ ഒരു കാവ്യമായിട്ട് വെച്ചാൽ മഹാകാവ്യമായിട്ട് ഒരു കഥയായിട്ട് എഴുതിയതാണ് രാമായണം എന്ന് പറഞ്ഞ. അടുത്ത് മഹാഭാരതം ഈ വ്യാസൻ എഴുതി, അതും ഒരു മഹാകാവ്യമാണ്, ഒരു കഥയായിട്ട് എഴുതിയ ഒരു സംഭവം മാത്രമാണ്. അപ്പൊ ഈ രാമായണത്തിലാണെങ്കിൽ രാമന്റെ കഥയിൽ രാമനാണെങ്കിൽ ഭാര്യ ഗർഭിണിയായിരിക്കും വനത്തിൽ ഉപയോഗിച്ചു. ഒരു ദൈവത്തിന് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അടുത്ത് കൃഷ്ണനാണെങ്കിൽ നിറയെ കാമുകിമാരുണ്ട്, കള്ളം പറയുമായിരുന്നു, അല്ലാതെ മറ്റേ വേറെ വൃത്തിയായിട്ടുള്ള കാര്യം അതിലോട്ടൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടെന്നൊക്കെ ചരിത്രം പറയും. ഇതിൽ ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഒരു ദൈവത്തിന് അങ്ങനെയൊക്കെ പോകാൻ പറ്റുമോ? അപ്പൊ അതിന്റെ ഇതിലും പിന്നെ അടുത്ത് ഈ വിഷ്ണു ആണ് പരമദൈവം എന്ന് പറഞ്ഞാൽ, ശിവനാണ് പറയുന്നത്, നമ്മളെ ശക്തി തന്നെയാണ് പരമദൈവം. അപ്പം ഒരു മതത്തിൽ തന്നെ അവർക്ക് ഓരോ കാര്യത്തിൽ വ്യക്തതയില്ല. അവർ വേറെ ഇതായിട്ടൊക്കെയാണ്, പക്ഷെ വ്യക്തതയില്ല മാറിയിട്ടൊക്കെയാണ് ചിന്തിക്കുന്നത് കാണുന്നത്. പിന്നെ ജാതി വ്യവസ്ഥ അവരുടെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. വെച്ചാൽ ഈ പണ്ട് ഇതിൽ ബ്രാഹ്മണൻസ് മാത്രമേ വേദം പഠിക്കാവൂ, ക്ഷേത്രത്തിൽ കയറാവുന്നുണ്ട്. കുറഞ്ഞ ജാതിയായിട്ടുള്ളവർ ക്ഷേത്രത്തിൽ കയറിയോ വേദം പഠിച്ചുകൂടെന്ന് കണ്ടു. അപ്പം ദൈവത്തിന് അങ്ങനെ ജാതി വ്യത്യാസം മാറ്റൽ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടോ? പിന്നെ ഒരു ശില്പി അദ്ദേഹത്തിന്റെ കൈ കൊണ്ടായ ഒരു ഐഡിയൽ ഉണ്ടാക്കുന്നവരിനാണ് ഇവർ ദൈവം എന്ന് പറഞ്ഞ് കുമ്പിടുക സേവിക്കുക ചെയ്യണം. അപ്പം അതിനേക്കാൾ ഉണ്ടാക്കുന്ന ശില്പി ആരാധിച്ച പോരെ ഇത് എന്ന് മനസ്സിലാവുന്നത്. അപ്പൊ ഇതിന്റെ ഇതൊക്കെ വെച്ച് കുറെ ഇതൊക്കെ നിങ്ങൾ തന്നെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ഫുള്ളും അന്ധവിശ്വാസവും യുക്തിപരമില്ലാത്ത കാര്യമാണ് കഥയെ ഇങ്ങനെ ആരാധിക്കുന്നതൊക്കെ. അപ്പൊ ഇതിന്റെ ഇതിലൊക്കെ കുറെ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് കുറ്റപ്പെടുത്തുന്ന അല്ലാതെ പിന്നെ ഉപദേശമായിട്ട് വേറെ ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യണമല്ല. ക്രിസ്ത്യാനിറ്റി കുറെ, പക്ഷേ ഇതിൽ വ്യത്യസ്തമാണ്. വിഗ്രഹത്തെ ആരാധിക്കുന്ന പറഞ്ഞു, ക്രിസ്ത്യൻസിൽ ആരാധിക്കുന്നവർ തെറ്റായിട്ട് ആരാധിക്കുന്നവരുണ്ട്, അവര് വേറെ. അപ്പൊ ഇങ്ങനെ അല്ലാതെ വിഗ്രഹത്തെ ആരാധിക്കുന്ന പറഞ്ഞത് ശരിയായിട്ട് വെച്ചാൽ ജീസസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്ഥാനം മാറ്റി പൂർണ്ണ മനുഷ്യന്റെ പാവങ്ങൾക്ക് വേണ്ടി, എല്ലാവർക്കും മനുഷ്യന് വേണ്ടിയാണ്. ഒരു ജാതി ഇന്ന ജാതി അങ്ങനെയൊക്കെ ഇന്ന നേരം അവർക്ക് വേണ്ടി മുതൽ എല്ലാ മനുഷ്യർക്കും വേണ്ടി ഭൂമിയിൽ വന്ന് ഇതുപോലെ ക്രൂശിച്ചതിന് സ്വർഗ്ഗാരോഹണം ചെയ്ത്. അപ്പൊ യേശു ജീവിച്ച ഏറ്റവും വലിയ കാലഘട്ടം രണ്ടായി തിരിച്ചുള്ള എ ഡി ആഫ്റ്റർ ഡെത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ബിഫോർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ് തിരിച്ചുള്ള അതൊരു വലിയ തെളിവാണ്. പിന്നെ സ്വർഗ ആരോഹണം ചെയ്തതിന് ദൈവം രണ്ടാം വരെ വരുന്നുണ്ട്. അപ്പൊ കുറെ അടയാളങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അടയാളവും 90% അടയാളം ഇപ്പം വെളിപ്പാടിന്റെ പുസ്തകത്തിൽ കുറെ പറയുന്നത് അതെല്ലാം ഇപ്പം നടക്കുന്നുണ്ട്. അപ്പൊ അത് വേറൊരു തെളിവാണ്. ഇനി കുറച്ച് നടക്കാനുണ്ട്, ഇന്ന സമയത്ത് നടക്കുമെന്നൊക്കെ. അപ്പൊ അത് വേറൊരു തെളിവ് കൂടെയാണ്. സോ ക്രിസ്ത്യാനിറ്റി വരാൻ പറയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ബൈബിൾ വായിക്കുക, ഇതിനെപ്പറ്റി ചിന്തിച്ചാൽ നിങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റിയാണ് കുറെ കാര്യം ശരിയാണെന്ന് മനസ്സിലായി. കാരണം ഞാനും പണ്ട് ദൈവവിശ്വാസമുള്ള ഒരു മനുഷ്യനാണ്. പിന്നീട് കുറെ ഇതിലൊക്കെ വന്നാണ് എനിക്ക് ദൈവവിശ്വാസം വന്നത്. പിന്നെ ഇതിൽ കൂടുതൽ സ്റ്റഡി ചെയ്ത് എനിക്ക് ക്രിസ്ത്യാനിറ്റി കുറെ കാര്യം മനസ്സിലായതും എനിക്കിത് ശരിയായിട്ട് തോന്നിയിട്ടുള്ളതൊക്കെ. പിന്നെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, ആരെ കുറ്റപ്പെടുത്തുന്നില്ല, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാരും. താങ്ക് യു.